ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റയാൻസ് കിച്ചൺ. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റാണ്. ഇത് വളരെ എളുപ്പത്തിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇത് നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനോ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാനോ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം. അതിനാദ്യം വേണ്ടത് 2 ടീസ്പൂൺ വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ ഇഞ്ചി, 5 പച്ചമുളക്, 3 സവാള, ആവശ്യത്തിന് ഓയിൽ, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കുക്ക് ചെയ്യാൻ വെക്കുന്ന ഒരു പാൻ എടുക്കുക. നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും നല്ലത് ഇത് ഉണ്ടാക്കാൻ. പിന്നെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്നിട്ട് വേണം സവാള ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതെല്ലാവരും ഒന്ന് റെസിപ്പി കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണിത് എന്തായാലും ഉണ്ടാക്കാൻ. ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു റോസ്റ്റാണത്. പിന്നെ നമ്മൾ ഒരു മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് മൊരിഞ്ഞ് വെന്ത് കിട്ടാനാണ് നമ്മളിത് ചേർക്കുന്നത്. സവാള നല്ലോണം മൊരിയണത് വരെ ഇത് വഴറ്റിയെടുക്കണം. സവാളയുടെ സൈഡൊക്കെ ഇങ്ങനെ ഏകദേശം ഒരു ബ്രൗൺ കളർ സൈഡിലൊക്കെ വന്ന് തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ സവാള നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒന്നും കൂടെ ഒന്നാവാനുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നല്ലോണം മൊരിഞ്ഞ് സവാള ആവും. ആ ടൈമിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളത് ഫുള്ള് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു കുത്തണ മണം പോണ വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു വലിയ തക്കാളി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് എടുത്തേക്കുന്നത്. നല്ല വലിയ തക്കാളി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ നോർമൽ തക്കാളി ആണെങ്കിൽ ഒരു ഫുൾ തക്കാളി, നല്ല കുഞ്ഞാണെങ്കിൽ 2 ചെറുതായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തക്കാളി ഇതിലേക്ക് യോജിച്ച് പേസ്റ്റ് പോലെ ആവും. ആ ഒരു ടൈം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കണത്. അത് കുരുമുളക് പൊടി നിങ്ങൾ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഞാനിവിടെ ഏറ്റവും എരിവ് കുറവാണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ നല്ലോണം ഈ മുളക് പൊടിയൊക്കെ നല്ലോണം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോണ വരെ നല്ലോണം യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് തക്കാളിയും സവാളയും ഒക്കെ കൂടെ വന്നിട്ട് യോജിച്ചും ഇങ്ങോട്ട് കിട്ടും. അതുവരെ തിളക്കുക. ഇപ്പം നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് ഒക്കെ യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രയും മതി. ഇതൊക്കെ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നടുകീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
മുറിച്ച് വെച്ച കോഴിമുട്ട ഇതിലേക്ക് കമത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഈ മസാലയൊക്കെ മുട്ടയുടെ മേലെ ഇതാക്കി കൊടുക്കുക. മുറിച്ച് തന്നെ വെക്കണതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ഉണ്ണിയൊക്കെ ഈ ചാറൊക്കെ ഉണ്ണിയൊക്കെ ഉള്ളിലേക്ക് നല്ലോണം പിടിക്കും. മുട്ടയുടെ മഞ്ഞയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉപ്പും ഒക്കെ പിടിച്ചിട്ട് വെള്ളമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചാൽ നമ്മളെ മുട്ട റോസ്റ്റ് റെഡിയായി. ഇത് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ, ഇടിയപ്പത്തിൻ്റെ ഒപ്പം, പൂരിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റയാൻസ് കിച്ചൺ കണ്ടിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും. റയാൻസ് കിച്ചൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റയാൻസ് കിച്ചൻ്റെ പേജ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നമുക്കൊന്ന് കാണാം. ബൈ.